أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، ما شاء الله كان. بسم الله ما لم يشأ لم يكن، لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين، آمين. وقال النبي صلى الله عليه وسلم: ستفترق أمتي على 73 ملة، كلهم في النار إلا ملة واحدة. صدق رسول الله. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള പണ്ഡിതന്മാരും കാരണവന്മാരും യുവ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീൻ, അതിന്റെ ആശയാദർശങ്ങൾ വിളംബരം ചെയ്യാനും പ്രബോധനം ചെയ്യാനും വേണ്ടി 3-4 ദിവസമായി സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയുടെ 3-ാമത്തെ ദിവസമാണ് ഇന്ന്. ദീനിന്റെ ഖൈറുദ്ദേശിച്ച് നമ്മളുടെ ഈ ഇരുത്തവും കൂടലുമൊക്കെ അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത സുഹൃതങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ ഹക്ക് ജാഹ് കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് അവസരോചിതവും സമകാലിക പ്രസക്തവുമായ ഏതാനും ചില വിഷയങ്ങൾ പരസ്പരം ചർച്ചയ്ക്കു വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഇന്ന് രാജ്യത്താകമാനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെയധികം പ്രതിസന്ധിയുടെ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ആഗോളതലത്തിലെ വൻകിട രാജ്യങ്ങളുടെ തെരുവുകളിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്ന ഭീകരവാദവും തീവ്രവാദവും, മനുഷ്യപ്പറ്റില്ലാത്ത അധാർമികതയുടെയും അരാജകത്വങ്ങളുടെയും അക്രമ പരമ്പരകൾ അങ്ങകലെ എവിടെയോ നടക്കുന്ന ഒരു പ്രതീതിയായിരുന്നു കാലങ്ങൾക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്നത് എങ്കിൽ, ജനാധിപത്യ മതേതര രാജ്യമായ ഭാരതത്തിൽ മതത്തിന്റെയും വർണ്ണവർഗ വൈജാതികളുടെയും പേരിലുള്ള സംഘടനകൾക്കെതിരെ ദീർഘദൃഷ്ടിയുള്ള രാജ്യത്തിന്റെ മുഴുവൻ നേതാക്കളും രാജ്യസ്നേഹികളായ മുഴുവൻ ജനങ്ങളും ഒത്തൊരുമിച്ച് നിൽക്കുകയും ഒരു പരിധിവരെ രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങളെയും സൗകുമാര്യതയെയും രാജ്യത്ത് നിലനിർത്താനും അതിനെ പച്ചപിടിപ്പിക്കുവാനും നമുക്ക് സാധിക്കുകയും ചെയ്തു എന്നത് കഴിഞ്ഞ 50 ആണ്ടിലേറെ കാലം ബഹുമത സംസ്കാരങ്ങൾ സംഗമിക്കുന്ന ഭാരതം, വിവിധങ്ങളായ ഭാഷകളും വിവിധങ്ങളായ സംസ്കാരങ്ങളും
വിവിധങ്ങളായ ചിന്താധാരകളും സംഗമിക്കുന്ന ഭാരതാംബയുടെ മാറിടത്തിൽ ഈ വിശുദ്ധ രാജ്യത്തിന് കഴിഞ്ഞ 50 ആണ്ടിലേറെ കാലം നിലനിൽക്കാൻ കഴിഞ്ഞു എന്നത് രാജ്യത്തിന്റെ മതേതര ബലാബലത്തെയാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും രാജ്യത്തിന്റെ ഇതര സ്റ്റേറ്റുകളിൽ, കേരളമല്ലാത്ത വിവിധ ദിക്കുകളിൽ പലപ്പോഴും മതത്തിന്റെ പേരിലുള്ള വർഗ സംഘടനകളും ജാതീയ സംഘടനകളും വർഗീയ ലഹളകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഇതര സ്റ്റേറ്റുകളിൽ അത്തരം തിന്മകളും ആക്രമണങ്ങളും നടന്നുകൊണ്ടിരുന്നപ്പോഴും ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി, ലോകതലത്തിലെ മനുഷ്യകുലത്തിന് മുഴുവൻ മാതൃകയായിക്കൊണ്ട് കേരളത്തിലെ മനുഷ്യ സമൂഹം മതങ്ങളുടെയും വർണ്ണങ്ങളുടെയും വർഗവൈജാത്യങ്ങളുടെയും വൻ മതിൽക്കെട്ടുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് സങ്കുചിതമായ മനസ്സ് വെച്ച് തന്നെപ്പോലെ മജ്ജയുള്ള മാംസമുള്ള മനുഷ്യന്റെ രക്തത്തെ ഊറ്റിക്കുടിക്കാനും രാജ്യത്തിന്റെ തെരുവുകളെ മനുഷ്യന്റെ രക്തം കൊണ്ട് പങ്കിലമാക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഉറക്കെ പറഞ്ഞത്, ഞങ്ങൾ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പ്രതീകങ്ങളാണെന്നും മതവർണ്ണ വർഗ വൈജാത്യങ്ങളുടെ പേരിലുള്ള സംഘടനകൾക്ക് ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ സംസ്ഥാനത്ത്, ഞങ്ങളുടെ മനതലങ്ങളിൽ ഒരിക്കലും സ്വീകാര്യതയില്ല എന്നുമുള്ള വിവരങ്ങൾ ലോകത്തിന് കൈമാറാൻ കേരളീയർക്ക് സാധിച്ചിരുന്നു. ഖേദകരമെന്ന് പറയട്ടെ, അടുത്ത കാലത്തായി നമുക്ക് കേൾക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ കേരളത്തിന് എന്തൊക്കെയോ അപകടങ്ങൾ, എന്തൊക്കെയോ അപാകതകൾ എവിടെയൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന ആപൽക്കരമായ അവസ്ഥാവിശേഷത്തിലേക്ക് കേരളം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ വർഗീയ സംഘടനകളും കലാപങ്ങളും നടന്നപ്പോൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ അത്തരം കലാപങ്ങളുടെ പ്രതികളെടുത്തു നോക്കുമ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും മറുഭാഗത്ത് അമുസ്ലിങ്ങളുമായ സഹോദരന്മാരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അവിടങ്ങളിലൊക്കെയും പ്രതികളാക്കപ്പെടുന്നത് വിവിധ മതങ്ങളിൽ ഉൾപ്പെട്ട ആളുകളായിരുന്നുവെങ്കിൽ ആ വർഗീയവാദികൾക്കിടയിൽ മുസ്ലിമും അമുസ്ലിമും വ്യത്യാസമില്ലാത്ത രൂപത്തിൽ എല്ലാവരുടെയും സാന്നിധ്യം നമുക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ട് കലാപങ്ങൾ നടന്നപ്പോഴും ആ കലാപങ്ങളുടെ പ്രതികളെ എടുത്ത് പരിശോധിക്കുമ്പോൾ, ആ കലാപങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ വർഗീയ കലാപങ്ങളിൽ പ്രതികളാക്കപ്പെടുകയോ കുറ്റവാളികളാക്കപ്പെടുകയോ ചെയ്ത പാരമ്പര്യം ഒരിക്കലും ഇന്ത്യ രാജ്യത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കില്ലായിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കെന്നു മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യം ദുഃഖത്തോടുകൂടെ ഓർത്തുകൊണ്ടിരിക്കുന്ന, അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് സംഘടനകളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, ഇന്ത്യയുടെ ആദരണീയരായ രാഷ്ട്രപിതാവ് മഹാനായ ഗാന്ധിജിയുടെ കൊലപാതകം എടുത്ത് പരിശോധിച്ചാൽ, അത് കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധമെടുത്ത് പരിശോധിച്ചാൽ, അത് കഴിഞ്ഞ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ വധമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇങ്ങനെ 100 കൂട്ടം കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും നാരായ പേരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടങ്ങളിലേക്കും സമാധാനകാംക്ഷികളായി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു വേള ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അത്തരം ഒരു പാരമ്പര്യത്തെ അവഗണിച്ചുകൊണ്ട് അപക്വമതികളും അറിവില്ലാത്തവരുമായ മുസ്ലിങ്ങൾ കൂടി വർഗീയതയിലേക്ക് കടന്നുപോയി എന്നതാണ് കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ. എന്നാൽ ഞാൻ ആമുഖമായി ഇത് സൂചിപ്പിക്കുന്നത്, അത്തരം സാഹചര്യങ്ങൾ അവിടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴും കേരളത്തിലെ മുസ്ലിം സമുദായം ഇവിടെ ഒറ്റപ്പെട്ടുകൊണ്ടാണെങ്കിലും നടന്ന കലാപങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ പ്രതികളെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് സമാധാനകാംക്ഷികളായി, സമാധാന പ്രേമികളായി കേരളത്തിലെ മുസ്ലിം സമുദായം നിലകൊണ്ടത് എന്ന ചോദ്യത്തിന് നമുക്ക് കണ്ടെത്താൻ കഴിയാവുന്ന മറുപടി, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മഹത്തായൊരു പാരമ്പര്യമുണ്ടായിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു മഹത്തായ പൈതൃകമുണ്ടായിരുന്നു. എന്തായിരുന്നു കേരളീയ മുസ്ലിങ്ങളുടെ പൈതൃകം എന്ന് പറയുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ പാഠശാലയിൽ നിന്ന് മഹിതമായ മതത്തിന്റെ പാരമ്പര്യ ചിന്തകളെ
സ്വയത്തമാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ആർത്തലച്ചുരമ്പുന്ന തിരമാലകളോട് അടരാടി കാറ്റിന്റെ ഗതിക്കനുസരിച്ചുകൊണ്ട് ആടിയുലയുന്ന കപ്പലിലേറി ഖൈറുമെന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം മണ്ണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിന്റെ മാറിടത്തിലേക്ക് ദീനീ ദഅവത്തിന്റെ പ്രതീകങ്ങളായി പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് കേരളത്തിൽ കടന്നുവന്ന മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു, ആ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും തന്റെ സന്തത സഹചാരികളായ സഹപ്രവർത്തകരിൽ നിന്നും കൈമാറി കിട്ടിയ വിശുദ്ധ ഇസ്ലാമിന്റെ ജാഗല്യപൂർണമായ ദൈവീക ദർശനങ്ങളായിരുന്നു, ഇലാഹിയായ ചിന്തകളായിരുന്നു ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിലെ പൂർവികരായ ആളുകൾക്ക് കൈമാറി കിട്ടിയത്. അന്ന് ആ സ്വഹാബികളിൽ നിന്ന് ഇവിടെയുള്ള മുസ്ലിങ്ങൾ പഠിച്ചതെന്തായിരുന്നു? ഇസ്ലാമിന്റെ കാതലായ വശമെന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ നാരായ വേരെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വ്യക്തിക്ക്, ഏതൊരു ശക്തിക്ക്, ഏതൊരു വസ്തുവിന്, ഏതൊരു സ്ഥലത്തിന്, ഏതൊരു സമയത്തിന്, ഏതൊരു മാസത്തിന് പവിത്രത കൊടുത്തോ ആ പവിത്രതയെ, ആ മാസത്തിന്റെയും വസ്തുവിന്റെയും പ്രത്യേകതയെക്കുറിച്ച് അപക്വമതികളും അല്പജ്ഞാനികളുമായ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് വിലയിരുത്തുന്നതിനു പകരം ആ അല്പജ്ഞാനിയായ മനുഷ്യൻ അല്ലാഹു ബഹുമാനിച്ചതിനെ മനസ്സറിഞ്ഞുകൊണ്ട് ബഹുമാനിക്കാനും ആ ബഹുമാനത്തെ ആത്യന്തികമായി അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള അകമഴിഞ്ഞ വിധേയത്വമായി വിശദീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു മുസ്ലിം സമുദായം ഇവിടെ നിലനിന്നപ്പോൾ ആ സ്വഹാബികളിൽ നിന്ന് കൈമാറി കിട്ടിയ പൈതൃകം എന്തായിരുന്നു? അല്ലാഹുവിന്റെ മതമെന്ന് പറയുന്നത് ആദരവിന്റെ മതമാണെന്നും ആ ആദരവ് അല്ലാഹുവിന്റെ പ്രവാചകന് വകവെച്ചു കൊടുക്കേണ്ടതാണെന്നും അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള ആദരവെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ ആദരിക്കാൻ പറഞ്ഞ മുഴുവത്തിനോടുമുള്ള ആദരവാണെന്നും പൗരാണികരായ മുസ്ലിം പിതാക്കളുടെ മനതലങ്ങളിലേക്ക് മഹാനായ പ്രവാചക ശിഷ്യന്മാരുടെ പാഠശാലയിൽ നിന്ന് പകർന്നു കിട്ടിയപ്പോൾ കേരളീയ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിം സമുദായം ഇവിടെയുള്ള പണ്ഡിതന്മാരെയും ഇവിടെയുള്ള തങ്ങന്മാരെയും അന്ധമായി തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അവരെ അംഗീകരിക്കുകയും അവരോട് വിധേയത്വം കാണിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ടാണിത്? എന്തിന്റെ പേരിലായിരുന്നു ഇത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കായുടെ മണൽ ഭൂമിയിലേക്ക്, മദീനയുടെ തെരുവീതികളിലേക്ക് ഈ ഇലാഹി ചിന്തയുടെ, ഇലാഹി ദർശനങ്ങളുടെ ദിവ്യ വിളക്കുമായി കടന്നു വന്നപ്പോൾ ആ സമൂഹം അള്ളാഹുവിന്റെ പ്രവാചകനെതിരെ തിരിഞ്ഞപ്പോൾ തന്റെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അമാനുഷികമായ പവറുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സമൂഹത്തോട് ഹൃദയത്തിന്റെയും ഹൃദയ കരുത്തിന്റെയും ആത്മീയ വജ്രായുധത്തിന്റെയും വിശിഷ്ടമായ വ്യക്തിപ്രഭാവം കൊണ്ട് അവരോട് ചെറുത്തു നിൽക്കുകയും ചെയ്തപ്പോൾ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ പ്രതാപത്തെക്കുറിച്ച് മദീനയുടെ തെരുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സാധ്യമാക്കിയ ഒരു മഹത്തായ ഖിലാഫത്തിനെ കുറിച്ച് ആഗോള തലത്തിൽ അതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അറിയണം, ഞാൻ സാന്ദർഭികമായി ഇത് സൂചിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ സമുദായത്തിലെ അപക്വമതികളായ മുസ്ലിം ചെറുപ്പക്കാർ മുസ്ലിം സമുദായത്തിന്റെ ഒറ്റപ്പെട്ട പീഡനങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് വൈകാരികമായി പ്രക്ഷുബ്ധതയിലേക്ക് കാലെടുത്തു വെച്ചുകൊണ്ട് ഈ വളക്കിലേക്ക് പാഞ്ഞെടുക്കുന്ന ഈ ആമ്പാറ്റ കണക്കെ ശത്രുവിന്റെ വാൾത്തലപ്പിലേക്ക് തലയോട്ടി വെച്ചു കൊടുക്കുന്ന ഒരു ദാരുണമായ ദുരന്തം നമുക്ക് കാണേണ്ടി വരുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ അടിസ്ഥാനപരമായ പ്രതിസന്ധി എവിടെയാണെന്ന് കണ്ടെത്തേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കഥ പഠിക്കുമ്പോൾ ആയുധങ്ങളെ കൊണ്ടോ ആൾബലങ്ങളെ കൊണ്ടോ മസിൽ പവറുകളെ കൊണ്ടോ ലോകത്ത് വിജയത്തിന്റെ ഗാഥ രചിച്ച ഒരു പാരമ്പര്യം ഈ മതത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണ് ലോകത്തെ ഞെട്ടിച്ചത് എന്നതിന്റെ ഉത്തരം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രതാപത്തെക്കുറിച്ച്, ആ പ്രവാചകന്റെ പ്രസക്തിയെക്കുറിച്ച് ലോകത്ത് വിവരം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ അമേരിക്കയോളം, ഇന്നത്തെ ബ്രിട്ടനോളം
സൂര്യനോളം സമാന ശക്തിയായ അക്കാലത്തെ കിസ്റ ചക്രവർത്തിയുടെ ചാരൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പട്ടാളത്തെക്കുറിച്ച്, പട്ടാള സാന്നിധ്യത്തെക്കുറിച്ച്, ആയുധ സെറ്റപ്പുകളെ കുറിച്ച് പഠിക്കാൻ കിസ്റ ചക്രവർത്തിയുടെ ചാരൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക്, അവിടുത്തെ പാഠശാലയിലേക്ക് CID ആയി ചാരനെ പറഞ്ഞു വിടുമ്പോൾ ആ മദീനയിലെത്തിയ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന പള്ളിയിലെത്തിയ അച്ചടക്കമുള്ള അനുയായികൾക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ മതത്തിന്റെ ദർശനങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സദസ്സിന്റെ മൂലയിൽ സശ്രദ്ധം പ്രവാചകനെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെയുള്ള ചലനങ്ങൾ മുഴുവനും ഒപ്പിയെടുത്തുകൊണ്ട് ആ CID അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് തിരിച്ചുപോയി കിസ്റ ചക്രവർത്തിയുടെ അരമനയിൽ ചെന്നുകൊണ്ട് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് വർത്തമാനകാല മുസ്ലിം സമുദായത്തിലെ വളർന്നു വരുന്ന യുവ സമൂഹത്തിന് ദിശാബോധം നൽകേണ്ട വസ്തുതകളാണ്. എന്താണ് ആ ചാരൻ പറഞ്ഞത്? ഓ പ്രിയപ്പെട്ട രാജാവേ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാൻ കഴിയും. ലോകത്തെ ഒരുപാട് അരമനകളിൽ, ഒരുപാട് ദർബാറുകളിൽ, ഒരുപാട് രാജസദസ്സുകളിൽ ആ രാജസദസ്സുകളുടെ വ്യാപ്തിയെയും പ്രതാപത്തെയും കുറിച്ച് പഠിക്കാൻ ചാരനായി കടന്നു ചെന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്, നിങ്ങൾക്ക് ലോകത്തെ ഏത് തെരുവുകളെയും അടക്കി ഭരിക്കാനും പിടിച്ചടക്കാനുമുള്ള പ്രതാപമുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മദീനയിലെ കൊച്ചു പള്ളിയിൽ തന്റെ നിസ്സഹായരായ നിഷ്കളങ്കരായ സ്വഹാബത്തിന് മതപരമായ അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന മദീനയിലെ ചക്രവർത്തിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തകർക്കാനും മദീനയിലെ തെരുവുകളിൽ ആധിപത്യമുറപ്പിക്കാനും അങ്ങേക്ക് സാധിക്കുകയില്ല എന്ന റിപ്പോർട്ട് മദീനയിൽ നിന്ന് കടന്നു വന്ന CID കിസ്റ ചക്രവർത്തിയുടെ ദർബാറിൽ സമർപ്പിക്കുമ്പോൾ ആ രാജാവ് വിശദീകരണം തേടുകയാണ്. ആ സമയത്ത് ആ CID വിശദീകരിക്കുന്നു, പ്രിയപ്പെട്ട രാജാവ്, ഏത് ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ കടന്നു ചെന്നാലും അവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് അതാത് കാലഘട്ടങ്ങളിൽ ആരാണോ തനിക്ക് സാലറി തരുന്നത്, ആരാണോ തനിക്ക് ശമ്പളം തരുന്നത്, ആ ശമ്പളം തരുന്ന രാഷ്ട്രീയ നേതാവിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതിലപ്പുറം മറ്റൊരാദരവ് ലോകത്തെനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. ഇറാഖിലേക്ക് അമേരിക്കൻ പട്ടാളക്കാർ ഇറക്കിയേറിയപ്പോൾ ഒരു വേള സദ്ദാമിന്റെ കൂടെ നിന്ന് തോക്കുയർത്തിപ്പിടിച്ച് സദ്ദാമിന് പിന്തുണയറിയിച്ച പട്ടാളക്കാർ ഞൊടിയിട കൊണ്ട് സദ്ദാമിന്റെ പ്രതാപം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ കൂറുമാറുകയും രാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയും രാജ്യത്തിന്റെ മണ്ണിലേക്ക് സാമ്രാജ്യത്വ ശക്തികൾക്ക് കടന്നു വരാൻ സാഹചര്യമൊരുക്കുകയും ചെയ്തത് അതിന്റെ ഏറ്റവും ഉത്തമമായ തെളിവാണ്. ആ CID പറഞ്ഞു, രാജാവേ, ഏതൊരു രാജ്യഭരണകൂടത്തിലും ആ രാജാവിനെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് കേവലം ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന പ്രാധാന്യത്തോടുകൂടെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പാഠശാലയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സമൂഹം ബഹുമാനിക്കുന്നത് കേവലം ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലക്കല്ല, കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലക്കല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ ആധ്യാത്മികമായ ചൈതന്യത്തിൽ ആ ചൈതന്യത്തിൽ ആവാഹിച്ചെടുത്ത ആത്മബന്ധിതമായ ആത്മീയ ബന്ധിതമായ അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ പ്രവാചകന് ആ സ്വഹാബത്ത് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിവരം ധരിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണം നൽകുന്നത് എന്താണ്? ആ പ്രവാചകൻ തന്റെ പാഠശാലയിൽ വെച്ചുകൊണ്ട് തന്റെ കൈത്തലങ്ങൾ കഴുകാൻ തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ പരിശുദ്ധമായ പൂമുഖം തന്റെ കൈത്തലങ്ങളിൽ വെള്ളമെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈത്തലങ്ങളിൽ നിറ്റി വീഴുന്ന വെള്ളത്തുള്ളികളിൽ ഒന്നുപോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ
അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൂമുഖം കഴുകുമ്പോൾ ആ മുഖവധാവതനത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തുള്ളികളിൽ ഒന്നുപോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ സ്വന്തം നേതാവിന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഹാബത്തിനെയാണ്, അനുയായികളെയാണ് ആത്മബന്ധിതമായ ആത്മീയ ബന്ധിതമായ തങ്ങളക്കണ്ണുകളിൽ ബന്ധിതമായ ഒരു അനുയായികളെയാണ് എനിക്ക് മദീനയിൽ കാണാൻ കഴിഞ്ഞത്. ആ അനുയായികൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെയുള്ള കാലത്തോളം, മദീനയിലെ ചക്രവർത്തിക്ക് പിന്തുണ നൽകുന്ന കാലത്തോളം ആ അനുയായികളെ തോൽപ്പിച്ചുകൊണ്ട് മദീനയിൽ ഒരിക്കലും ഒരു ആധിപത്യം ഉറപ്പിക്കാൻ കഴിയില്ലെന്ന് രാജാവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് കിസ്റ ചക്രവർത്തിയുടെ CID റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആത്മീയമായ കരുത്തിനെ കുറിച്ച് ബോധം ഉൾക്കൊണ്ട കിസ്റ ചക്രവർത്തി മദീനക്കെതിരെ പോരാട്ടത്തിന് തയ്യാറാകാതെ പത്തിമടക്കി എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, ആ പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് കിട്ടിയ ഈ ഒരു മഹിതമായ പാരമ്പര്യം, ആ പാരമ്പര്യം നിലനിന്ന രാജ്യമായിരുന്നു കേരളം. എന്താണ് ആ പാരമ്പര്യം? അള്ളാഹുവിന്റെ പ്രവാചകനെ ബഹുമാനിക്കുക എന്നതാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണ് വിശ്വാസികളോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? എന്താണ് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പങ്കാളിത്തം എന്ത് എന്ന വിലയിരുത്തലിനു മുമ്പിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന മറുപടി എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞത് എന്ന ചോദ്യത്തിന് നമുക്ക് കണ്ടെത്താവുന്ന മറുപടി, അള്ളാഹുവിന്റെ പ്രവാചകൻ കേവലം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നില്ല, കേവലം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല, കേവലം ഒരു ഭരണാധികാരിയായിരുന്നില്ല. മറിച്ച് യജമാനനായ റബ്ബിൽ നിന്ന് അടിമകളാകുന്ന മനുഷ്യരിലേക്ക് ഉടമസ്ഥനാകുന്ന റബ്ബിന്റെ സന്ദേശങ്ങളെ സമൂഹത്തിലേക്ക് വിഭാവനം ചെയ്യാനും കൈമാറാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയായ മനുഷ്യന്റെയും ഉടമയായ റബ്ബിന്റെയും ഇടയിൽ അല്ലാഹു നിശ്ചയിച്ച മധ്യവർത്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ആ പ്രാധാന്യം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബ ഉൾക്കൊണ്ടു എന്നിടത്താണ് ആ സ്വഹാബികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ലോകത്തെ മുഴുവനും പ്രവാചകന്റെ ഒരു നേരത്തെ ചുറ്റടക്കാൻ വകയില്ലാത്ത, കിടന്നുറങ്ങാൻ കിടപ്പാടമില്ലാത്ത ദരിദ്രരിൽ ദരിദ്രരായ ഒരു വിഭാഗത്തിന് പട്ടിണി കിടന്നുകൊണ്ട് ലോകത്തെ വറവൊള്ളിക്കാൻ എങ്ങനെ സാധിച്ചു എന്ന ചോദ്യത്തിന്റെ മറുപടി അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ, ഏതൊക്കെ ചടങ്ങുകളുണ്ടോ, ആ ചടങ്ങുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന ഇടയാളനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന മധ്യവർത്തിയെ മാറ്റിവെച്ചുകൊണ്ടൊരാരാധന അല്ലാഹു തആല കൈമാറിയിട്ടില്ല, അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. എത്രത്തോളം ഇന്നലെ വരെ നമ്മുടെ രാജ്യത്ത് അമുസ്ലിമായി ജീവിച്ച ഒരു മനുഷ്യൻ ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആ മനുഷ്യൻ പറയേണ്ട വാചകം എന്താണ്? എന്തായിരുന്നു ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തകരാറ്? അദ്ദേഹം ഇന്നലെ വരെ അള്ളയല്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചവനായിരുന്നു, അള്ളയല്ലാത്ത ഇലാഹുകൾക്ക് പ്രാധാന്യം കൊടുത്തവനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദൈവങ്ങളെ തള്ളിക്കളഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ മുസ്ലിമാകേണ്ടതാണ്, യഥാർത്ഥത്തിൽ അവൻ മുഅ്മിനാകേണ്ടതാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിലപാടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട്, അള്ളയല്ലാതെ മറ്റു ദൈവങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് ആ മനുഷ്യനെ മുഅ്മിനായി മുസ്ലിമായി പരിഗണിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ, ഉടമയായ റബ്ബിന്റെ സന്ദേശം അടിമയാകുന്ന മനുഷ്യരിലേക്ക് ആരാണോ കൈമാറി തന്നത്, അതിനുവേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ച ഇടയാളനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനും അത് പ്രബോധനം ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച ഇടയാളനും മധ്യവർത്തിയുമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിപ്പറയാതെ, അവിടുത്തെ
അവിടുന്ന് കൂടി ഉച്ചരിക്കാതെ ഇസ്ലാമിലേക്ക് ഒരാൾക്ക് കടന്നു വരാൻ കഴിയില്ല. അള്ളാഹുവിനോടുകൂടെ ഒരു മധ്യവർത്തിയെ ഉൾക്കൊള്ളാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയോടുകൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഇടയാളനെ അംഗീകരിക്കാതെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയില്ല. എന്തുകൊണ്ടാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറഞ്ഞു, ഓ വിശ്വാസികളെ, എങ്ങനെയാണോ അല്ലാഹു നിങ്ങളിലേക്ക് ബന്ധപ്പെട്ടത്, എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ ദർശനങ്ങൾ കൈമാറിയത്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന മധ്യവർത്തിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുന്ന ഏതൊക്കെ ആരാധനകളുണ്ടോ, ഏതൊക്കെ വാചകങ്ങളുണ്ടോ, ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ, ആ കർമ്മങ്ങളുടെ കൂടെ ഞാൻ നിശ്ചയിച്ച മധ്യവർത്തിയെ നിങ്ങൾ ഇടയാളനാക്കി വെക്കേണ്ടതുണ്ട്. വബ്തഗൂ ഇലൈഹിൽ വസീല, വബ്തഗൂ ഇലൈഹിൽ വസീല. അല്ലാഹു ഇങ്ങോട്ട് ബന്ധപ്പെട്ട ഇടയാളന്മാരിലൂടെ, ആ ഇടയാളന്മാരിലൂടെ തിരിച്ചങ്ങോട്ട് ബന്ധപ്പെടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് തൗഹീദിന്റെ കലിമ മുതൽക്ക് ഒരു വിശ്വാസി ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ആ ബാങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായി ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം ആ വിഷയവുമായി പറയുകയാണ്. ഒരു വിശ്വാസി അള്ളാഹുവിന്റെ മുമ്പിൽ അതിപ്രധാനമായി ചെയ്യുന്ന ആരാധനയാണ് വിശുദ്ധമായ നിസ്കാരം എന്ന് പറയുന്നത്. ഉടമയായ റബ്ബിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സകലതും സമർപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസി ചെയ്യുന്ന ആരാധന, ആ ആരാധനയുടെ പ്രാധാന്യം എന്താണ്? മറ്റുള്ള ആരാധനകളിൽ പലപ്പോഴും ഭൗതികവുമായി ബന്ധപ്പെടാൻ കഴിയാറുണ്ട്. നോമ്പാണെങ്കിൽ നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, മറ്റേത് കർമ്മങ്ങളാണെങ്കിലും ഭൗതികമായ വ്യക്തികളുമായി നമുക്ക് ബന്ധപ്പെടുന്നതിനോ സംവദിക്കുന്നതിനോ തടസ്സമില്ല. എന്നാൽ നിസ്കാരം ഉടമയായ റബ്ബിനോട് അടിമയാകുന്ന മനുഷ്യൻ ചെയ്യുന്ന അതിപ്രധാനമായ കണക്ഷൻ അല്ലാഹുവുമായി മാത്രം കൊടുത്തുകൊണ്ട് ഒരു വിശ്വാസി ചെയ്യുന്ന ആരാധനയാണ് നിസ്കാരം. പക്ഷേ ആ നിസ്കാരത്തിന്റെ സ്തുതി എന്താണ്? ഒരു വിശ്വാസിക്ക് നിസ്കരിക്കണമെങ്കിൽ, ഒരു വിശ്വാസി നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം സമ്പൂർണമായി സാധൂകരിക്കണമെങ്കിൽ ആരിൽ നിന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആരിലൂടെയാണോ ആ നിസ്കാരം പഠിപ്പിച്ചത്? ഇസ്രാ മിഅ്റാജിന്റെ വിശുദ്ധ രാവിലെ അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെന്ന് ആരിലേക്കാണോ ഈ സമ്മാനം അല്ലാഹു തആല കൈമാറിയത്, ആ നിസ്കാരം പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മധ്യവർത്തിയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിപ്പറയാതെ, ആ റസൂലിനെ ഒന്ന് വിളിക്കാതെ, ആ റസൂലിനെ ഒന്ന് പറയാതെ, അല്ലാഹുവുമായി മാത്രം കണക്ഷനുള്ള, അല്ലാഹുവുമായി മാത്രം ബന്ധപ്പെടുന്ന നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ അവന്റെ അവസാനത്തെ അത്തഹിയ്യാത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്താവട്ടെ, അവിടുത്തെ വഫാത്തിന്റെ ശേഷമാവട്ടെ, കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം ആ ലോകതലങ്ങളിൽ ആരൊക്കെ റബ്ബിന് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടോ ആ നിസ്കാരങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിക്കേണ്ടതുണ്ട്, മധ്യവർത്തിയെ വിളിക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയേ, ഓ മദീനത്തെ തങ്ങളെ, ഈ നിസ്കാരം ആരാണോ ഞങ്ങൾക്ക് കൈമാറിത്തന്നത്, ആരാണോ ആത്യന്തിക വിജയത്തിന്റെ നാരായ ഞങ്ങൾക്ക് നിസ്കാരത്തെ പഠിപ്പിച്ചു തന്നത് ആരാണോ, അതിനുവേണ്ടി റബ്ബ് നിശ്ചയിച്ച മധ്യവർത്തിയായ മദീനത്തെ തങ്ങളെ, മദീനത്തെ തങ്ങളെ എന്ന് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വിളിക്കാതെ, ആ ഇടയാളനെ ഓർക്കാതെ, ആ മധ്യവർത്തിയെ ചിന്തിക്കാതെ, വബ്തഗൂ ഇലൈഹിൽ വസീല, നിസ്കാരത്തിൽ പോലും ഇടയാളനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. കാരണം എന്താണ്? ആ റസൂലിന്റെ പ്രത്യേകത ഉടമയാകുന്ന റബ്ബിന്റെയും അടിമകളാകുന്ന മനുഷ്യരുടെയും ഇടയിൽ ഇടയാളനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മധ്യവർത്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് മുഅ്മിനാകണമോ, നിങ്ങൾക്ക് വിശ്വാസിയാകണമോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ജീവിതത്തിലെ
സർവസ്വത്തെക്കാളും സകലത്തിനേക്കാളും നിങ്ങളുടെ മനതലങ്ങളിൽ എല്ലാത്തിനേക്കാളും സർവശക്തനായ റബ്ബിന് വേണ്ടി സമർപ്പിച്ച നിങ്ങളുടെ മനസ്സുകളിൽ ആ പ്രവാചകനാകുന്ന ഞാൻ സമ്പൂർണമായി കടന്നു വരാതെ ഒരിക്കലും ഇസ്ലാമിന്റെ പൂർണ്ണ വൃത്താന്തത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ മഹബത്ത് വെക്കാതെ, അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാതെ ഒരാൾക്ക് മൂമിനാകാൻ കഴിയില്ല. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെയും മനുഷ്യരാകുന്ന അടിമകളുടെയും ഇടയിലെ ഇടയാളനാകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? അവിടത്തെ കാലത്ത് അവിടത്തെ സ്വഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈത്തലങ്ങളിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളി ബറക്കത്തിനെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമവും പ്രതിബദ്ധതയും പ്രകടമാക്കിയത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണ്? എന്നോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ, എന്നോടുള്ള ആദരവെന്ന് പറഞ്ഞാൽ അതെന്റെ കുടുംബക്കാരായ അഹ്ലു ബൈത്തിനോടുള്ള, എന്റെ കുടുംബക്കാരായ തങ്ങന്മാരോടുള്ള സ്നേഹമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മാസ്അലുക്കും മിൻ അജ്രിൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഓ വിശ്വാസികളെ, ത്വായിഫിന്റെ തെരുവുകളിൽ, മക്കായുടെ മണൽ ഭൂമികയിൽ മതത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി കിരാതമായ മർദ്ദനമുറകളെ ത്യാഗപൂർണമായി നേരിട്ടുകൊണ്ട് ഈ ദിവ്യദർശനം നിങ്ങളിലേക്ക് കൈമാറിത്തന്നതിന് പ്രത്യുപകാരമായി ഭൗതികമായ യാതൊന്നും പ്രതിഫലമായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല സഹോദരങ്ങളെ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു പ്രത്യുപകാരമുണ്ട്. മാസ്അലുക്കും മിൻ അജ്രിൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ കുടുംബക്കാരാകുന്ന അഹ്ലു ബൈത്തിനോട്, തങ്ങന്മാരോട് എന്റെ സ്വഹാബ എന്നെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുവായ കിസ്ര ചക്രവർത്തി പറകൊണ്ടുപോയെങ്കിൽ ആ ഒരു ഭയപ്പാട്, ആ മുസ്ലിം സമുദായത്തിന്റെ പ്രതാപം ലോകത്ത് പ്രസരിപ്പിക്കണമെങ്കിൽ എന്റെ കുടുംബക്കാരോട് ആപേക്ഷികമായ പ്രേമവും പ്രതിബദ്ധതയും നിങ്ങൾ പ്രകടമാക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ, എന്റെ സമുദായത്തിലെ ആലിമീങ്ങൾ, അവർ എന്റെ സമുദായത്തിൽ ഇനി പ്രവാചകന്മാർ വരാനില്ല. എന്റെ സമുദായത്തിലെ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്റെ കുടുംബത്തോട് മഹബത്ത് വെക്കുക, അതെന്നോടുള്ള മഹബത്താണ്. എന്റെ പിൻഗാമികളായ പണ്ഡിതന്മാരെ ആപേക്ഷികമായി അവർക്ക് പ്രതിബദ്ധതയും കൂറും കൊടുക്കൽ, അതെന്നോടുള്ള മഹബത്താണ്. ദീനിന്റെ ശക്തിക്കും പ്രതാപത്തിനുമുള്ള കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോൾ ആ പാഠഭാഗം സ്വയത്തമാക്കി കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്ന സ്വഹാബ, അവിടുത്തെ പാഠശാലയിൽ നിന്ന് ഈ ഒരു പ്രവാചക സ്നേഹം, പ്രവാചകന്റെ കുടുംബത്തോടുള്ള സ്നേഹം, അവിടുത്തെ പണ്ഡിതന്മാരോടുള്ള സ്നേഹം കേരളത്തിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടുതന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ വിഷയമാവട്ടെ, സാമൂഹികമായ, സാംസ്കാരികമായ, വ്യക്തിപരമായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിൽ മുഴുവനും ആധികാരികമായി മുസ്ലിം പണ്ഡിതന്മാരുടെ, തങ്ങന്മാരുടെ അഭിപ്രായങ്ങളും ഫത്വകളും തേടാതെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം കാരണവർ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാറില്ല. ഞാൻ ആമുഖമായി സൂചിപ്പിച്ച തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പ്രയാസങ്ങൾ എങ്ങനെ കേരളത്തിലെത്തി എന്ന ചോദ്യത്തിന് ഈ ഒരു പോയിന്റിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടത്. സഹോദരന്മാരെ, നോക്ക് നിങ്ങൾ, കണ്ണൂരിലെ ഫയാസും പരപ്പനങ്ങാടിയിലെ റഹീമും കാശ്മീരിലേക്ക് സ്വർഗത്തിൽ പോകാൻ കാശ്മീരിൽ പോയി പട്ടാളക്കാരന്റെ വെടിയേറ്റുകൊണ്ട് മരിച്ചൊടുങ്ങണമെന്ന്
കാശ്മീരിൽ പോകാൻ റഹീമിന് ഫത്വ കൊടുത്തത്, ഫയാസിന് പ്രചോദനം കൊടുത്തത് വിവരമുള്ള ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നില്ല. എന്തുകൊണ്ട്? ആ മുസ്ലിം പണ്ഡിതന്റെ ഫത്വക്ക് വേണ്ടി, ഒരു മുസ്ലിം പണ്ഡിതന്റെ അഭിപ്രായത്തിന് വേണ്ടി ആ ചെറുപ്പക്കാർ കാത്തുനിന്നില്ല. ഇന്ന് നമ്മുടെ സമുദായത്തിൽ കാണുന്ന ഒരു സാഹചര്യമാണത്. മുസ്ലിം നേതാക്കളോട്, മുസ്ലിം തങ്ങന്മാരോട്, മുസ്ലിം നേതൃത്വത്തോട് അവിശ്വാസമുള്ള ഒരു തലമുറ നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള മുസ്ലിം നേതാക്കൾ, ഇവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ, ഇവിടെയുള്ള സാദാത്തുക്കൾ അവരാരും മുസ്ലിം സമുദായത്തോട് കൂറുള്ളവരല്ല. പറഞ്ഞുകൊണ്ടുവന്നത് മുസ്ലിം സമുദായത്തിൽ നിലവിലുണ്ടായിരുന്ന, വിശിഷ്യ മലബാറിൽ, കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന അഹ്ലുബൈത്തിനോടും പണ്ഡിതന്മാരോടും മുസ്ലിം നേതാക്കളോടുമുള്ള വിധേയത്വം, അവരോടുള്ള മഹബത്ത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്തിന്റെ ഭാഗമായിരുന്നു. അവിടുത്തെ സ്വഹാബത്ത് കാണിച്ചു തന്ന പൈതൃകമായിരുന്നു എന്നതുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇവിടെയുള്ള പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും കൂടെ നിന്നപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അത് വലിയ തലവേദനയുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇന്നോ പല ചെറുപ്പക്കാരും ചിന്തിക്കുന്നത് എന്താണ്? ഗുജറാത്തിൽ കലാപം നടക്കുമ്പോൾ, കാശ്മീരിൽ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനൊന്നും ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ ആരും തയ്യാറാകുന്നില്ല, ഇവിടെയുള്ള മുസ്ലിം നേതാക്കൾ ആരും തയ്യാറാകുന്നില്ല എന്ന ഒരു തെറ്റിദ്ധാരണയിലേക്ക് ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാരിൽ ചിരലെങ്കിലും കടന്നുപോയപ്പോഴാണ് അപക്വമായ അത്തരം പ്രവർത്തനങ്ങളിൽ അവരെത്തിപ്പെട്ടത്. എന്നാൽ നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, എവിടെയാണ് നമുക്ക് അപാകത സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ സൂചിപ്പിച്ച ആ ഒരു സ്നേഹത്തിന്റെയും ആദരവിന്റെയും സാഹചര്യം എന്നാണോ നമുക്ക് നഷ്ടപ്പെട്ടത്, അവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ആയുധങ്ങളെ കൊണ്ടോ, ആൾബലങ്ങളെ കൊണ്ടോ, മസിൽ പവറുകളെ കൊണ്ടോ ഒരിക്കലും ഒരാളെയും അതിജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ മഹബത്തും ഈ വിധേയത്വവും ഈ സ്നേഹവും ഏതൊക്കെ കാലത്ത് മുസ്ലിങ്ങളിൽ നിലനിന്നിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിൽ ഏത് വൻകിട ശത്രുവിനെയും ഒന്നുമല്ലാതെയാക്കി രാജ്യത്തിന്റെ തെരുവുകളിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഈ രാജ്യത്തെ വിശ്വാസികൾക്ക് സാധിച്ചിട്ടുണ്ട്. അറിയില്ലേ നിങ്ങൾക്ക്? മലബാറിലെ ചരിത്ര പ്രസിദ്ധമായ ഖിലാഫത്ത് ലഹള ഇവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഖിലാഫത്ത് ലഹളയിൽ ബ്രിട്ടീഷുകാരുടെ ഈ തുപ്പുന്ന തോക്കുകൾക്കെതിരെ മലബാറിലെ മുസ്ലിങ്ങൾ സർവസജ്ജരായി വിശ്വാസത്തിന്റെ കരുത്തുമായി ബ്രിട്ടീഷുകാരെ രാജ്യത്തിന്റെ മലബാറിന്റെ തെരുവുകളിൽ നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാം, മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെയും ചെമ്പ്രശ്ശേരി തങ്ങളുടെയും നേതൃത്വത്തിൽ മലബാറിൽ ബ്രിട്ടീഷുകാരെ വെള്ളം കുടിപ്പിക്കുകയും രാജ്യത്തിന്റെ പല കവലകളിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കെട്ടുകെട്ടേണ്ടി വരികയും ചെയ്തപ്പോൾ ഉത്തരവാദപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയിമാർ മലബാറിൽ ബ്രിട്ടീഷുകാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയത്തെക്കുറിച്ച് ആലോചിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടി യോഗം വിളിക്കുമ്പോൾ ആ യോഗം നടക്കുന്ന മേശപ്പുറത്തേക്ക് മലബാറിലെ കവലയിലെ യുദ്ധത്തിന്റെ റിപ്പോർട്ട് കടന്നു വരുമ്പോൾ ആ റിപ്പോർട്ട് വായിച്ച് ബ്രിട്ടീഷ് മേധാവികൾ മലബാർ മുസ്ലിങ്ങളുടെ വിജയത്തിന്റെ കാരണമായി കണ്ടെത്തിയത് 3 കാരണങ്ങളായിരുന്നു. എന്തായിരുന്നു ആ കാരണങ്ങൾ? ഒന്നാമതായി അവർ കണ്ടെത്തിയത്, മലബാറിലെ മുസ്ലിങ്ങൾ യുദ്ധത്തിന് വരുമ്പോൾ, അവർ പോരാട്ടത്തിന് കടന്നു വരുമ്പോൾ ആദ്യമായി അവർ മമ്പുറം തങ്ങളുടെ സന്നിധാനത്തിൽ കടന്നു ചെല്ലുകയാണ്. മഹാനായ മമ്പുറം തങ്ങളുടെ കൈത്തലം മുത്തിമണത്ത് ആശീർവാദം വാങ്ങി തിരൂരങ്ങാടിപ്പള്ളി ഇടങ്കണത്തിൽ വന്ന് തലപ്പാവുള്ള, തസ്ബീഹുമാല കയ്യിലുള്ള, താടിയുള്ള, നിസ്കാരത്തഴമ്പുള്ള, തിരൂരങ്ങാടിയുടെ പള്ളി മിമ്പറയിൽ അറബി ഭാഷയിൽ ഖുതുബയോതുന്ന, സുബൈ നിസ്കാരത്തിൽ ഖുനൂത്തോതി മാതൃക കാണിച്ച മഹാനായ ആലി മുസ്ലിയാർ ആ യുദ്ധക്കളത്തിലേക്ക് പോകുന്ന വിശ്വാസികൾക്ക് മുമ്പിൽ അൽ ഫാത്തിഹ വിളിച്ച് പ്രാർത്ഥന നിർവഹിച്ച് ആശീർവദിച്ച് യുദ്ധത്തിന് പറഞ്ഞു വിടുമ്പോൾ മഹാനായ വെളിയങ്കോട് ഉമറുൽ ഖാദി തങ്ങള് യുദ്ധക്കളത്തിലേക്ക് പോകുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ കൈത്തണ്ടയിൽ നൂലുമന്ത്രി ചൂതിക്കെട്ടി യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയക്കുന്ന വിവരം ബ്രിട്ടീഷുകാർ ശേഖരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പേടിച്ചത് എന്തിനെയാണ്? അവരെ പരാജയപ്പെടുത്തിയ കാരണമായി അവർ കണ്ടെത്തിയത് എന്താണ്? മലബാറിലെ മുസ്ലിങ്ങൾക്ക് തങ്ങന്മാരോടുള്ള, പണ്ഡിതന്മാരോടുള്ള ഈ ഒരു വിധേയത്വം കൈത്തലം മുത്തിയിട്ടും നൂല് മന്ത്രി ചൂതിക്കെട്ടിയിട്ടും രാജ്യത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആത്മീയ കരുത്ത്, അതാണ് മുസ്ലിം പോരാളികൾക്ക് പ്രചോദനം നൽകുന്നത്. അറിയുമോ നിങ്ങൾക്ക്? ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ കവലകളിൽ തങ്ങന്മാരുടെ കൈമുത്തുമ്പോൾ
സൂഫിവര്യന്മാരുടെ കൈത്തലം മുത്തുമ്പോൾ, മഹാന്മാരുടെ നൂലൂതിക്കെട്ടുമ്പോൾ അത്തരം ആധ്യാത്മിക കർമ്മങ്ങളെ രാജ്യത്തിന്റെ കവലകളിൽ പല്ലിളിച്ചു പരിഹസിക്കുന്ന പടിഞ്ഞാറിന്റെ സാംസ്കാരിക മച്ചുരന്മാരായ പുത്തൻവാദികൾ രാജ്യത്ത് കടന്നു വരുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ് മലബാർ മുസ്ലിങ്ങളുടെ പോരാട്ട വീര്യം തകർത്തെറിയാനും അവരെ ചണ്ഡീകരിക്കാനും അവരെ പൊണ്ണന്മാരാക്കി മാറ്റാനും മലബാറിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കരിനിയമമുണ്ടായിരുന്നു. എന്താണത്? ഇനി മുതൽ മലബാറിലെ മുസ്ലിങ്ങൾ തങ്ങന്മാരുടെ കൈ ചുംബിക്കാൻ പാടില്ലെന്നും നൂലൂതിക്കെട്ടാൻ പാടില്ലെന്നും കരിനിയമത്തിലൂടെ മലബാറിലെ മുസ്ലിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും മുസ്ലിം പണ്ഡിതന്മാരുടെയും തങ്ങന്മാരുടെയും പിന്നിൽ നിന്ന് അവരെ അടർത്തി മാറ്റാനുമുള്ള ശ്രമം ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുണ്ട്. രണ്ടാമതായി മലബാർ മുസ്ലിങ്ങൾ അവർ യുദ്ധക്കളത്തിൽ വിജയിക്കാനുള്ള കാരണമായി അവർ കണ്ടെത്തിയതെന്താണ്? ആ പ്രദേശങ്ങളിൽ യുദ്ധത്തിന് വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ യുദ്ധത്തിന് വരുന്നതിന്റെ തൊട്ടുമുമ്പ് അതാത് പ്രദേശങ്ങളിൽ അന്തിവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് അവർ യുദ്ധക്കളത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ഈ പരിസരത്തുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബപരമാവട്ടെ, സാമൂഹ്യപരമാവട്ടെ, സംഘടനാപരമാവട്ടെ, നമ്മളൊരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ മഹാനായ കുണ്ടൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മാനീയമായ മക്ബറയുടെ ചാരത്തു ചെന്ന് സലാം പറഞ്ഞിട്ട് നമ്മളൊരു കർമ്മത്തിന് പുറപ്പെടാറുള്ളൂ. ഇതേ പാരമ്പര്യം പഴയകാല മുസ്ലിങ്ങളിൽ നിലനിന്നിരുന്നു. ആ സമയത്ത് മലബാർ മുസ്ലിങ്ങളുടെ കരുത്തിന്റെ കാരണമായി ബ്രിട്ടീഷുകാർ കണ്ടെത്തി മലബാർ മുസ്ലിങ്ങൾ യുദ്ധത്തിന് വരുന്നതിന്റെ മുമ്പ് അവിടങ്ങളിൽ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ മക്ബറ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഹജ്ജിന് പോകുന്ന വിശ്വാസികൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചക്കുബ്ബയുള്ള ജാറം സിയാറത്ത് ചെയ്യുന്നത് പോലും കുഫറും ശിർക്കുമായി ചിത്രീകരിച്ചുകൊണ്ട് രാജ്യത്തെ ലക്ഷോപലക്ഷം മുസ്ലിങ്ങളെ കാഫിറാക്കി രാജ്യത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ വഹാബി പ്രസ്ഥാനത്തിലെ മൗലവിമാർ രംഗത്ത് വരുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ് മലബാർ മുസ്ലിങ്ങളെ ആധ്യാത്മികമായി തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു കരിനിയമം കൊണ്ടുവന്നു. എന്തായിരുന്നു അത്? മലബാർ മുസ്ലിങ്ങൾ മക്ബറ സിയാറത്ത് ചെയ്യാൻ പാടില്ലെന്നതാ. മൂന്നാമതായി ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ കാരണം എന്താണ്? മലബാർ മുസ്ലിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് കടന്നു വരുമ്പോൾ ബ്രിട്ടീഷുകാരന്റെ തോക്കുകൾ തീപിപ്പിക്കൊണ്ടിരിക്കുമ്പോൾ മലബാർ മുസ്ലിങ്ങളുടെ ചുണ്ടുകളിൽ തട്ടിക്കളിക്കുന്ന കാവ്യശകലങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ നെഞ്ചുവിരിച്ച് പോരാടുന്ന മുസ്ലിം പോരാളികളുടെ ചുണ്ടുകളിൽ തട്ടിക്കളിക്കുന്ന കാവ്യശകലങ്ങൾ എന്താണ്? كالدير في همة بل سادة كبرى فجادوا بأموال وباعوا نفوسهم لدين الهدى في كل موطن غزوة. കാരിരുമ്പിന്റെ കരുത്തിനെ പോലും ചെറുത്തു തോൽപ്പിച്ച് ആബാലവൃദ്ധം വരുന്ന ശത്രു സമൂഹത്തോട് ആത്മീയതയുടെ വജ്രായുധം മുമ്പിൽ വെച്ചുകൊണ്ട് പോരാടി തുല്യതയില്ലാത്ത വിജയ വിപ്ലവത്തിന്റെ മാതൃക ബദറിന്റെ പോർക്കളങ്ങളിൽ നിന്ന് ലോകത്തെ മനുഷ്യ സമൂഹത്തിന് സമ്മാനിച്ച സുഹൃത്തവാന്മാരായ ബദർ ശുഹദാക്കളുടെ, ബദർ പോരാളികളുടെ ഉജ്ജ്വലമായ ചരിത്രത്തിന്റെ താളുകള് ഉഹദിന്റെ രണഭൂമിയില്, ഖന്തക്കിന്റെ കടങ്ങില്, ഖൈബറിന്റെ കോട്ടകളിൽ ധീരശൂര പരാക്രമികളായ വിശ്വധീരന്മാരായ സ്വഹാബത്ത് കാണിച്ച ധീരവിപ്ലവങ്ങളെ ഇതിവൃത്തമാക്കി എഴുതി വെച്ച ബദറുമാലകളും മാലപ്പാട്ടുകളും പടപ്പാട്ടുകളും പാടിക്കൊണ്ടാണ് യുദ്ധക്കളത്തിലേക്ക് വിശ്വാസികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാറുന്ന യുദ്ധക്കളത്തിൽ ഈ കാവ്യശകലങ്ങളൊന്നായി ഉരുവിട്ടുകൊണ്ട് മലബാർ മുസ്ലിങ്ങൾ പിടിച്ചു നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് വിശുദ്ധമായ റമളാൻ 17 അന്ന് ഓരോ പ്രദേശത്തെയും വിശ്വാസികൾ ബദർ ശുഹദാക്കളെ കുറിച്ച് സ്മരിക്കുന്നതും ആ രക്തസാക്ഷികളുടെ പ്രകീർത്തനങ്ങൾ ഉരുവിടുന്നതും ശിർക്കും ബിദ്അത്തുമായി ചിത്രീകരിക്കുന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ രാജ്യത്ത് രംഗപ്രവേശനം ചെയ്യുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ്
വിശ്വാസികളെ ശണ്ഡീകരിക്കാനും ആത്മീയമായി തകർത്ത് ഭൗതികമായി പരാജയപ്പെടുത്താനും വേണ്ടി ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന നിയമം മലബാർ മുസ്ലിങ്ങൾ പടപ്പാട്ടു പാടാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏത് കാലത്തും പേടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്താണ്. അതുപോലെ ആ പ്രവാചകന്റെ പിൻഗാമികളായ പണ്ഡിതന്മാരോടുള്ള പ്രേമമാണ്. ആ പ്രവാചകന്റെ കുടുംബക്കാരായ തങ്ങന്മാരോടുള്ള സാദാത്തുക്കളോടുള്ള അദമ്യമായ പ്രേമമാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഭയപ്പാടുകൾ ഉണ്ടാക്കിയത്. ഒരിക്കലും ആയുധങ്ങളായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടക്കിടക്ക് മുസ്ലിം സമുദായത്തിന്റെ പ്രവാചക സ്നേഹം എത്രയുണ്ട് എന്ന് പരിശോധിക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഡെൻമാർക്കിലെ കാർട്ടൂണിസ്റ്റുകളുടെ വൃത്തികെട്ട പേനത്തുണ്ടുകളിൽ ഇടക്കിടക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വികലമായി ചിത്രീകരിക്കുന്ന കാർട്ടൂണുകളും സിനിമകളും ചിത്രീകരണങ്ങളും വരുന്നത് കേവലം ഒരു തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലാക്കരുത്. ബോധപൂർവമായി മുസ്ലിം സമുദായത്തിന്റെ മനതലങ്ങളിൽ നിന്ന് പ്രവാചക സ്നേഹം എത്ര കണ്ട് പിഴുതെറിയപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ അളവുകോൽ പരിശോധിക്കുകയാണ് പടിഞ്ഞാറൻ തമ്പുരാക്കന്മാർ. ഇവിടെയാണ് സഹോദരന്മാരെ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ വിലയിരുത്തേണ്ടത്. എന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ നിന്ന് ഭീകരവാദികളായ ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്, തീവ്രവാദികളായ ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയാണത്? ഇസ്ലാമിന്റെ സ്നേഹ സമ്പൂർണമായ സൗകുമാര്യതയെ വികലമാക്കുകയും വക്രീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാം ഒരു കാടത്തമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ ഇവിടെ അത്തരം ചെറുപ്പക്കാരാവശ്യമാണ്. അത്തരം ചെറുപ്പക്കാരെ ഈ സമുദായത്തിൽ നിന്ന് സൃഷ്ടിക്കണമെങ്കിൽ, ഈ സമുദായത്തിൽ നിന്നുണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ പണ്ഡിതന്മാരുടെ പിറകിൽ നിന്ന് പോകണം, തങ്ങന്മാരുടെ പിറകിൽ നിന്ന് പോകണം. ഒരിക്കലും തങ്ങന്മാരുടെ കൂടെ, പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങളിൽ നിന്ന് അപക്വമായൊരു പ്രവർത്തനം കേൾക്കില്ല, തീവ്രവാദം കേൾക്കില്ല, ഭീകരവാദം കേൾക്കില്ല. അതുകൊണ്ട് നിലവിലുള്ള നിഷ്കളങ്കരായ മുസ്ലിം നേതാക്കളിൽ വിശ്വാസമർപ്പിക്കാത്ത, അവിശ്വാസമുള്ള ഒരു വിഭാഗം മുസ്ലിം സമുദായം രാജ്യത്തുണ്ടാകണമെന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ താല്പര്യമായിരുന്നുവെങ്കിൽ, സാമ്രാജ്യത്തെ കഴുകന്മാരുടെ അജണ്ടയായിരുന്നുവെങ്കിൽ, ആ അജണ്ടയുടെ ഭാഗമാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച അത്തരം നിയമങ്ങൾ മലബാറിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതെങ്കിൽ ആ നിയമങ്ങളിലൂടെ മുസ്ലിങ്ങളെ തകർക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോഴാണ് മുസ്ലിം സമുദായത്തിൽ നിന്നൊരു വിഭാഗം ആളുകളെ വിലക്കെടുത്തുകൊണ്ട് നിലവിലുള്ള സാമ്പ്രദായികമായ, പാരമ്പര്യമായ, ചരിത്രപരമായ ഈയൊരു സാഹചര്യത്തെ വിമലീകരിച്ചുകൊണ്ട് നിലവിലുള്ള തങ്ങന്മാരിലും മുസ്ലിം പണ്ഡിതന്മാരിലും ഭൗതികതയുടെ ലാഞ്ചന പോലുമില്ലാത്ത നിഷ്കളങ്കരായ സൂഫികളിലും ഔലിയാക്കളിലും അവിശ്വാസം രേഖപ്പെടുത്തുന്ന മുസ്ലിം നാമധാരികളെ പടക്കാനുള്ള ശ്രമം ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തിയത്. നിയമം മൂലം നേടിയെടുക്കാൻ കഴിയാത്തത് പിന്നീട് അവർ നേടിയെടുത്തത് കേരളത്തിൽ ആദ്യമായി മുസ്ലിം സമൂഹത്തിലെ നേതൃത്വത്തിൽ അവിശ്വാസം കൊണ്ടുവന്ന KM മൗലവി എന്ന മനുഷ്യനിലൂടെയാണ് അവർ ഈ രാജ്യത്ത് ആ അജണ്ട നടപ്പിലാക്കിയത്. ഞാൻ പറയട്ടെ, ഇന്നൊരു മുസ്ലിം തീവ്രവാദി നിലവിലുള്ള ഒരൊറ്റ മുസ്ലിം സംഘടനയെയും ഒരൊറ്റ മുസ്ലിം നേതാക്കളെയും വിശ്വസിക്കാത്ത സാഹചര്യമുണ്ടായി എങ്കിൽ ആ അവിശ്വാസം ആദ്യമായി രാജ്യത്ത് കൊണ്ടുവന്നത് കേരളത്തിൽ KM മൗലവിയായിരുന്നു. ആഗോളതലത്തിലും ഈ ഒരു അജണ്ട ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ആഗോളതലത്തിൽ നിലവിലുള്ള മുസ്ലിം നേതാക്കളെ തള്ളിക്കളയുന്ന ഒരു തിയറി, ഒരു ചിന്താധാര ലോകത്താദ്യമായി പടച്ചുവെച്ചതാരാണ്? ഹിജ്റ 600കളിൽ കടന്നു വന്ന ഇബ്നു തൈമിയ എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഒരു ആദർശം ലോകത്താദ്യമായി കൊണ്ടുവന്നത്. ഏതാദർശം? ഇപ്പോൾ നിലവിലുള്ള ഇസ്ലാമൊന്നും ഇസ്ലാമല്ല എന്ന് പഠിപ്പിക്കുന്ന രാഷ്ട്രീയം. ഞാൻ ചോദിക്കട്ടെ, ഈ കവലയിൽ ഈ സമുദായത്തിലെ ഒരു മുജാഹിദ് പ്രവർത്തകനോ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ മതത്തിന്റെ പേരിൽ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചാൽ ആ പ്രഭാഷണത്തിന്റെ പ്രമേയം എന്തായിരിക്കും? ഇതുവരെ ജീവിച്ച മുസ്ലിങ്ങളൊന്നും ഇസ്ലാമിലല്ല, ഇതുവരെ ജീവിച്ചു മരിച്ചുപോയ നേതാക്കളും പണ്ഡിതന്മാരും സയ്യിദുമാരും അവരൊന്നും ഇസ്ലാമിന്റെ വൃത്താന്തത്തിലുള്ളവരല്ല. ഇങ്ങനെ നിലവിലുള്ള മുസ്ലിം നേതാക്കളിൽ, മുസ്ലിം ഉമറാക്കളിൽ, മുസ്ലിം പാരമ്പര്യത്തിൽ അവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടി ലോകത്താദ്യമായി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു വിഭാഗമാണ്, ഒരു ചിന്താധാരയാണ് വഹാബിസം എന്ന് പറയുന്നത്. അതിന് തുടക്കം കുറിച്ചത് എന്നു മുതൽക്കാണ്? ഹിജ്റ 600ൽ ഭൂജാതനായ ഇബ്നു തൈമിയയാണ്. ഞാൻ
ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖമെന്ന പേരിൽ നമ്മുടെ രാജ്യത്ത് മുജാഹിദെന്നും വഹാബിസമെന്നും സലഫിസമെന്നും ഒക്കെയുള്ള പേരുകളിൽ രാജ്യത്തറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ, ആ മുജാഹിദുകൾ പറയുന്ന ആശയം ഏതുണ്ടോ, ആ മുജാഹിദുകൾ പറയുന്ന പ്രവൃത്തി ഏതുണ്ടോ, ആ ചിന്താധാരക്ക്, ആ വിശ്വാസത്തിന്, ആ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് ഹിജ്റ 600 ഭൂജാതനായ ഇബ്നു തൈമിയ്യയാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് ആരാണ്? മുജാഹിദ് സഹയാത്രികനായ കുട്ടശ്ശേരി മൗലവി എഴുതിയ പുസ്തകം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം പഠിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ച പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നത് ഈ ഒരു തിയറി തുടങ്ങിയത് ഹിജ്റ 600 മുതൽക്കാണ്. എന്തായിരുന്നു ആ തിയറിയിലൂടെ ഇബ്നു തൈമിയ്യ ലോകത്തോട് എന്താണ് പറഞ്ഞിരുന്നത്? സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാല, ആ പാഠശാല കണ്ട സ്വഹാബത്തിന്റെ പാരമ്പര്യം, ആ സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് മതം പഠിച്ച മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇസ്ലാം പഠിച്ച ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, അവരിൽ നിന്ന് കൈമാറി കിട്ടി മതം പഠിച്ച ഇമാം മാലിക്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും, ഇങ്ങനെ ഹിജ്റ 5 നൂറ്റാണ്ട് കാലം ജീവിച്ചുപോയ മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം നേതാക്കന്മാർ, മുസ്ലിം സമുദായം, അവരെല്ലാം ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറഞ്ഞ് അത്തരം മുസ്ലിം നേതാക്കളിൽ, ഇമാമുമാരിൽ, സ്വഹാബികളിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയാണ് ഇബ്നു തൈമിയ്യ ചെയ്തത്. അവരൊന്നും ഇസ്ലാമിലല്ല, അവരൊന്നും മുസ്ലിങ്ങളല്ല. എന്തേ കാരണം? അവരൊക്കെ മഹാന്മാരുടെ മഖ്ബറ സിയാറത്ത് ചെയ്തവരാണ്, അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചവരാണ്. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് ഇസ്ലാം പകർന്നു കിട്ടിയ മഹാനാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. മാത്രമല്ല, ലോകത്ത് വന്ന മദ്ഹബിന്റെ മുഴുവൻ ഇമാമുമാരും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഇസ്ലാമിക ചരിത്രത്തിലെ അത്യുത്തമമായ നൂറ്റാണ്ട് എന്റെ പ്രബോധനം കൊണ്ട് ധന്യമായ കാലഘട്ടമാണ്. പിന്നെ പ്രസക്തമായിട്ടുള്ളത് എന്റെ സ്വഹാബത്തിന്റെ കാലഘട്ടമാണ്. പിന്നെ പ്രാധാന്യമുള്ളത് എന്റെ സ്വഹാബത്തിൽ നിന്ന് ഈ കൈത്തിരിയെ കൈമാറി കിട്ടിയ താബിഈകളുടെ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്അത്ത് കലരാത്ത, ശിർക്ക് കലരാത്ത, നിഫാഖ് കലരാത്ത സത്യസന്ധമായ സമൂഹമെന്ന് കാലക്കാരെന്ന് വിശേഷിപ്പിച്ച ഹിജ്റ 3 നൂറ്റാണ്ടുകളിലാണ് മദ്ഹബിന്റെ 4 ഇമാമുമാരും കഴിഞ്ഞുപോയത്. അതും കഴിഞ്ഞ് 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന മനുഷ്യൻ വന്നത്. ആ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞതെന്താണ്? ഈ നിലവിലുള്ള മുസ്ലിം നേതാക്കളൊക്കെ ഇസ്ലാമിന്റെ പുറത്താണെന്നാണ്. എന്തേ കാരണം? അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ട്. എത്രത്തോളം? മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തുങ്ങൾ പോവുകയാണ്. ആ ജാറത്തുങ്ങൾ ചെന്നിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറത്തുങ്ങൾ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ അബൂ ഹനീഫ റളിയല്ലാഹു തആല വിളിക്കുകയാണ്. യാ സയ്യിദസ് സാദാതി ജിഇതുക ഖാസിദ അർജു റിലാക വ അഹ്തനി ബിമാക. ഓ മദീനത്ത് മറവിട്ട് കിടക്കുന്ന തങ്ങളെ, ഞാനിതാ അങ്ങയുടെ പൊരുത്തം തേടി മദീനത്ത് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ വന്നത്? മുജാഹിദുകൾ പറയും പോലെ മരിച്ചവരെ ഖബറിൽ പോകുന്നത്, മഖ്ബറയിൽ പോകുന്നത് മരണത്തെ ഓർക്കാനാണെന്നല്ല അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത്. മറിച്ചോ പ്രിയമുള്ള സഹോദരന്മാരെ, അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്താണ്? ഞാൻ നബിയെ അവിടുത്തെ പൊരുത്തം തേടി വന്നവനാണ്, ഞാൻ അവിടുത്തെ തൃപ്തി തേടി വന്നവനാണ്, ഞാൻ അങ്ങയുടെ കുരുത്തവും പൊരുത്തവും തേടി വന്നവനാണ്. മാത്രമല്ല നബിയെ ഞാൻ അങ്ങയുടെ കാവൽ തേടുകയാണ്, ഞാൻ അങ്ങയുടെ കാവൽ യാചിക്കുകയാണ് എന്ന് പറഞ്ഞ് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കടന്നു ചെന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മനസ്സിൽ ഒരു പ്രശ്നമുണ്ടായാൽ, നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ ഒരു വിഷയം വന്നാൽ കുണ്ടൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങളുടെ അടുത്ത് ആ മഹാനുഭാവന്റെ ജീവിതകാലത്ത് നമ്മളൊക്കെ ഓടിച്ചെല്ലാറുള്ളത് പോലെ മഹാനവറുകളുടെ വഫാത്തിന് ശേഷവും നമ്മളൊക്കെ അവിടുത്തെ മഖ്ബറയിൽ
ചെല്ലുന്നവരാണ്. അവിടുത്തെ മദർ അല്ലാഹു നമുക്ക് എക്കാലത്തും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നതുപോലെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായാൽ ഞാൻ തൊട്ടപ്പുറത്ത് എന്റെ ഗുരുനാഥനും സൂഫി വര്യരുമായ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ഉജ്ജ്വല മാതൃകയായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജാറമുണ്ടവിടെ. ഞാൻ എന്റെ പ്രശ്ന പരിഹാരത്തിന്റെ പ്രതിവിധിയായി ഞാനതാ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജാറത്തുങ്ങ ചെല്ലുകയാണ്. ഞാൻ ആ ജാറത്തുങ്ങ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ എന്റെ മനസ്സിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീന പള്ളി ചാരത്തിരിക്കുമ്പോ അന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, അല്ലയോ മാലിക് തങ്ങളെ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാനിരിക്കുകയാണ്, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് അസ്തഖ്ബിലു അം ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഖിബിലയിലേക്ക് മുന്നിടുകയാണോ വേണ്ടത്, അതല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറമുണ്ടവിടെ, ആ ജാറത്തിങ്കലേക്കാണോ ഞാൻ തിരിയേണ്ടതെന്ന് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്ന സമയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താണ്? ഏ രാജാവേ, എന്തിനാണ് നിങ്ങൾ റസൂലുള്ളാഹിനെ തൊട്ട് മുഖം തിരിക്കുന്നത്? ഉടമയായ റബ്ബിന്റെയും അടിമയാകുന്ന മനുഷ്യന്റെയും ഇടയിലെ ഇടയാളനല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കിലേക്ക് തിരിഞ്ഞോ, റസൂലുള്ളാഹിന്റെ മഖ്ബറയിലേക്ക് തിരിഞ്ഞോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, ഇങ്ങനെ കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ. എന്നാൽ ഇബ്നു തൈമിയ്യ പറഞ്ഞത് എന്താണ്? ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഈ മുസ്ലിങ്ങളൊക്കെ ഇസ്ലാമികമായി ചിന്തിച്ചവരല്ല, ഇസ്ലാമിന്റെ ആചാരങ്ങൾ അനുഷ്ഠിച്ചവരല്ല, അവരൊക്കെ അത്തരം കർമ്മങ്ങളിലൂടെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണെന്നാണ് ഇബ്നു തൈമിയ്യ ലോകത്തോട് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവായി അവർ പരിചയപ്പെടുത്താറുള്ള വെളിയങ്കോട് ഉമർ മൗലവി തന്റെ സൽസബീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം തേടി ജാറത്തുങ്ക പോകൽ ഏതുപോലെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പോയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറത്തുങ്ക പോവുക എന്നത് അത് ഗുരുവായൂർ അമ്പലത്തിൽ വിഗ്രഹത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന സുജൂദ് ചെയ്യുന്ന ഈ രാജ്യത്തെ ഒരു സ്വാമിയെക്കാളും ഒരു അമുസ്ലിമിനെക്കാളും കടുത്ത ശിർക്ക് ചെയ്തവനാണ്, കടുത്ത കുഫ്ർ ചെയ്തവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറത്തുങ്ക പോയവനെന്ന് പച്ചമലയാളത്തിൽ സിൽസബീലിലൂടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവായ ഉമർ മൗലവി എഴുതുകയാണ്. ഇതേ ആശയം ലോകത്ത് ഹിജ്റ 600 ആരാണ് പഠിപ്പിച്ചത്? ഇബ്നു തൈമിയ്യയാണ്. എന്തിനു വേണ്ടിയാണ് ഈ വാദം കൊണ്ടുവന്നത്? ഇതുവരെ നിലനിന്ന ഇസ്ലാമിനെ പൊളിച്ചെഴുതാനും ആ ഇസ്ലാമിക നേതൃത്വം ഇസ്ലാമികമായി ചിന്തിച്ചവരല്ലെന്ന് ചിന്തിപ്പിച്ചുകൊണ്ട് അവരിൽ അവിശ്വാസം കൊണ്ടുവരാനും ബ്രിട്ടീഷുകാർ ചെയ്ത പണിയാണ്. അങ്ങനെ ഇബ്നു തൈമിയ്യ ലോകത്തോട് ഇത് പറഞ്ഞപ്പോൾ ചരിത്രം പറയുന്നു, അക്കാലത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായി ഇബ്നു തൈമിയ്യയെ എതിർക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, മുസ്ലിം സമുദായത്തെ കാഫിറാക്കുന്ന ഈ കളി അവസാനിപ്പിക്കണം. അദ്ദേഹത്തിന്റെ ആശയത്തെ ലോകത്തിന്റെ തെരുവുകളിൽ ഖണ്ഡനങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ സമകാലികരായ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ ധൈര്യസമേതം നേരിടുകയാണ്. സ്വാഭാവികമായും പിന്തുണക്കാനും ഏറ്റെടുക്കാനും ആരുമില്ലാത്തതുകൊണ്ട് ഇബ്നു തൈമിയ്യ രംഗത്ത് വന്ന ആ കാലത്ത് ഇബ്നു തൈമിയ്യയുടെ ആശയം പ്രബോധനം ചെയ്യാൻ ലോകത്താളെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ആ പ്രസ്ഥാനത്തിന് അനുയായികൾ ഉണ്ടായില്ല. കാലങ്ങൾ കഴിഞ്ഞു. ഇബ്നു തൈമിയ്യ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയം ലോകത്ത് വട്ടപൂജ്യമാണ്. അദ്ദേഹത്തിന്റെ ആശയം ലോകത്ത് വട്ടപൂജ്യമാണ്. അങ്ങനെ ഇബ്നു തൈമിയ്യ മരണപ്പെടുമ്പോൾ പഴയകാല മുസ്ലിങ്ങളിൽ അവിശ്വാസം രേഖപ്പെടുത്തി അവരിൽ കുഫ്ർ ആരോപിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ എഴുതി വെച്ച പുസ്തകക്കെട്ടുകളുണ്ട്. ആ പുസ്തകങ്ങൾ ഏറ്റെടുക്കാനും സൂക്ഷിക്കാനും ലോകത്തൊരൊറ്റ മുസ്ലിം രാജ്യവും തയ്യാറായില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പിന്നെവിടെയാണ് ഇബ്നു തൈമിയ്യയുടെ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെച്ചതെന്നറിയാമോ? ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖമെന്ന ഈ പുസ്തകത്തിൽ
മുജാഹിദ് പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുട്ടശ്ശേരി മൗലവി എഴുതിയ പുസ്തകത്തിൽ അയാൾ പറയുന്നു, ഇബ്നു തൈമിയ്യ മരണപ്പെടുമ്പോൾ ഇബ്നു തൈമിയ്യയുടെ പുസ്തകക്കെട്ടുകൾ സൂക്ഷിച്ചു വെച്ചത് യുഎഇയോ സൗദി അറേബ്യയോ ഖത്തറോ ഇറാനോ ഇറാഖോ ആയിരുന്നില്ല, മറിച്ച് ലണ്ടൻ എന്ന് പറയുന്ന രാജ്യമാണ്. ലണ്ടനിലെ ലൈബ്രറിയിൽ ഈ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണ്. എന്താണ് ലണ്ടനും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം? ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഈ മതത്തിന്റെ മാറിടം കുത്തിപ്പിളർത്താൻ ചാൻസ് കിട്ടിയിട്ടുണ്ടോ ആ ചാൻസുകളെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തിയ സാമ്രാജ്യത്വ അജണ്ടയാണ് ലണ്ടനിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്കിൽ ഇബ്നു തൈമിയ്യയുടെ പുസ്തകങ്ങൾ ലണ്ടനുകാർ സൂക്ഷിച്ചു വെക്കുകയാണ്. വീണ്ടും ചരിത്രം രേഖപ്പെടുത്തുന്നു. ഞാൻ ഇത്രയും ആമുഖമായി പറയുന്നത്, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, മുസ്ലിം സമുദായത്തിൽ ഒരുപാട് കക്ഷികൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇനിയും ഒരുപാട് സംഘടനകൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. എല്ലാവരും ആയത്തുകളും ഹദീസുകളും ഓതും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു തന്നതുമാണ്. പക്ഷേ ആയത്ത് കേട്ടിട്ട് സംഘടന മാറാൻ നിന്നാൽ, ആയത്തും ഹദീസും കേട്ടിട്ട് ആശയം മാറാൻ നിന്നാൽ മരിക്കണത് വരെ എവിടെ ഉറപ്പിക്കാൻ കഴിയൂല. കോയി അയലുമ കയറിയ മാതിരി. കാരണം ഒരു ദിവസം ഒരാൾ പ്രസംഗിച്ചു, അയാൾ ആയത്തും ഹദീസും തന്നെയാ പറയുന്നത്, അത് കേട്ട് അയാളൊപ്പം കൂടി. രണ്ടാഴ്ച കഴിഞ്ഞ് വേറൊരുത്തം വന്ന് പ്രസംഗിച്ചു, ആ സമയത്ത് അയാളും പറയുന്നത് ആയത്തും ഹദീസും തന്നെയാണ്. ഈ പോയത്തക്കാരൻ എന്ത് ചെയ്തു? അയാളെ കൂടെ കൂടി. മൂന്നാമത്തെ ആഴ്ചയോ വേറൊരുത്തം വന്നു, അയാളും ആയത്തിലും ഹദീസിലും കുറഞ്ഞ് വേറൊന്നും പറയണില്ല. ഇങ്ങനെ ആയത്തും ഹദീസും കേട്ട് കണ്ടതിന്റെ വിറകെ പോകാൻ കൂടിയാൽ മരിക്കണത് വരെ ഒരു സ്റ്റാൻഡിൽ ഉറച്ചിക്കാൻ കഴിയൂല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരാശയം കേട്ടാൽ ആ ആശയത്തിന്റെ നാരായ വേരെവിടെ എന്ന് പരിശോധിക്കണം. ഒരാദർശം കേട്ടാൽ ആ ആദർശം എവിടുന്ന് ജന്മമെടുത്തു എന്ന് കേൾക്കണം. ആയത്തും ഹദീസും ഓതിയിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും വന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ സന്ദർഭോചിതമായി വരും. ഞാൻ പറഞ്ഞത്, ഇബ്നു തൈമിയ്യയുടെ ഈ ഒറ്റപ്പെട്ട വാദം തന്റെ ജീവിതകാലത്ത് ക്ലച്ച് പിടിക്കാതെ പോവുകയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ലണ്ടനിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. കാലങ്ങൾ 5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 1100കളിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രംഗത്ത് വരികയാണ്. അയാൾ രംഗത്ത് വന്നിട്ട് ലോകത്ത് എന്ത് ചെയ്തു? തന്റെ സുന്നി തറവാട്ടിൽ നിന്ന്, പാരമ്പര്യ കുടുംബത്തിലെ സമുന്നതനായ പണ്ഡിതനായ പിതാവിൽ നിന്ന് മതം പഠിച്ച അബ്ദുൽ വഹാബ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു വേള ലണ്ടനിലേക്ക് യാത്ര തിരിക്കുകയാണ്. ലണ്ടനിലെ ഇബ്നു തൈമിയ്യയുടെ സൂക്ഷിച്ചു വെച്ച വാറോലകൾ എടുത്ത് അത് പഠിക്കുകയും പകർത്തുകയും ചെയ്തുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പിതാവിനോട് പറഞ്ഞു, ഉപ്പാ, ഈ കാണുന്ന ഇസ്ലാം ഇസ്ലാമല്ല, നിങ്ങൾ ചെയ്യുന്ന കർമ്മം അനിസ്ലാമികമാണ്. നിങ്ങൾ സമൂഹത്തോട്, അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്ത് ഇതുവരെ ഇസ്ലാം എത്തിയിട്ടില്ല. ഇവിടെ ഒരു മുജാഹിദ് മൗലവി പ്രസംഗിച്ചെന്ന് സങ്കല്പിക്കുക. എന്നാൽ അയാൾക്കും പറയാനുള്ള നേറ്റർ എന്താണ്? ഈ പ്രദേശത്ത് ഇപ്പോഴുള്ള ഇസ്ലാം ഇസ്ലാമല്ല, ഇവിടെ ഇതുവരെ ഇസ്ലാം എത്തിയിട്ടില്ല എന്നേ അയാൾക്കും പറയാനുണ്ടാവുകയുള്ളൂ. അതേ ആശയം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പിതാവിനോട് പറഞ്ഞു. ആ പിതാവ് പറഞ്ഞു, മോനെ, അത് പറയരുത്. ഈ മതം എനിക്ക് കിട്ടിയത്, ഈ മതത്തിന്റെ തൗഹീദ് എനിക്ക് ആദ്യമായി കിട്ടിയത് എന്റെ പ്രിയപ്പെട്ട പിതാവിൽ നിന്നാണ്. അതിന്റെ വിശദീകരണം ഞാൻ പഠിച്ചത് എന്റെ ഗുരുനാഥനിൽ നിന്നാണ്. എന്റെ ഗുരുനാഥൻ അതിൽ കിട്ടിയത് തൊട്ടടുത്ത ഗുരുനാഥനിൽ നിന്നാണ്. ആ ഗുരുനാഥന് കിട്ടിയത് അതിന്റെ മുമ്പുള്ള ഗുരുനാഥനിൽ നിന്നാണ്. ഇങ്ങനെ പ്രവാചകന്റെ പാഠശാലയിലാണ് എന്റെ ഗുരുപരമ്പര പര്യവസാനിക്കുന്നത് എന്ന് പിതാവ് മകനെ ഉപദേശിക്കുകയാണ്. ആ സമയത്ത് പിതാവിന്റെ ഉപദേശം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉൾക്കൊണ്ടില്ല. അപ്പോൾ ബാപ്പ എന്തു പറഞ്ഞു? എന്നാൽ നിനക്ക് തറവാട് വിടാം. ആശയപരമായി നീ തറവാട് കൈയൊഴിഞ്ഞാൽ പിന്നെ കുടുംബ ബന്ധമായി നിന്നെ തറവാട്ടിലിരുത്താൻ നിർവാഹമില്ല, നിനക്കിറങ്ങാം. ചരിത്രം പറയുന്നു, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ ശൈഖ് സുലൈമാൻ റഹിമഹുല്ലാ ലോകത്തറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ സഹോദരന് കത്തെഴുതി, സഹോദര, ഒരിക്കലും പൗരാണിക മുസ്ലിങ്ങളെ കാഫിറാക്കുന്ന ഈ പദ്ധതി നീ അവസാനിപ്പിക്കണം. അത് ഇനിയും നീ തുടരുകയാണെങ്കിൽ അതുമൂലം നീയായിരിക്കും